ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഒരു കപ്പോളം തൈരും പിന്നെ ഒരു 1/4 കപ്പോളം പൊട്ടുകടലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പോളം പുളിയില്ലാത്ത തൈര് നോക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം നമ്മുടെ പൊട്ടുകടല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കുക. പിന്നെ പുളിയില്ലാത്ത തൈര് തന്നെ നോക്കിയെടുക്കുക, വെള്ളം ഒന്നും ചേർക്കരുത്, നല്ല കട്ട തൈര് തന്നെ എടുക്കണേ, അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു 10-15 മിനിറ്റോളം ഒന്നങ്ങ് റെസ്റ്റ് ആക്കാൻ വെക്കാം. ഇപ്പോൾ ദാണ്ടെ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന സംഭവം മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഉണ്ട്, ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് തരിതരിപ്പായിട്ടൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഒന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഒന്നിട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കുവേ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഒരുപാട് വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു കണ്ണാടി പരുവം വരുമല്ലോ, അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമല്ലോ, ആ പരുവം വരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്നങ്ങ് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. കളറ് ചെറുതായിട്ടൊന്നങ്ങ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമൊക്കെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മളിവിടെ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഈ സമയം നന്നായിട്ട് അങ്ങ് ഓഫ് ആക്കിയേക്കണേ. ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കണേ നന്നായിട്ട് ഇതൊക്കെ. അപ്പോൾ നന്നായിട്ട് ഇനി ഇതങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയം ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് മിക്സ് ആക്കി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. സിമ്മിൽ വെച്ചിരുന്നാൽ മതിയാവേ. ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇത് നന്നായിട്ട് അങ്ങ് കുറുകി വരും. അപ്പോഴേ ഇത് നല്ല കുറുകിയ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരുവം മതിയെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും കുറുകാൻ തുടങ്ങും. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിനാണ് ഇത് ഓഫ് ആക്കിയേക്കുന്നത്, കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഇതുപോലെ ഇരിക്കും. ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്.
ഇപ്പോൾ ദാണ്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ദാണ്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് ചെറുതായിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.